യൂഫ്രട്ടീസും ടൈഗ്രീസും എല്ലാം വിഭജിക്കുന്ന ഒരു കാലം വരാറായി. പാകിസ്ഥാൻ പറയോ, ഇന്ത്യക്കാരോട് പറയാം, ഞങ്ങളെ അടിച്ചാൽ ഞങ്ങളുടെ കൂടെ 2 പേരൂടായി, ഒന്ന് സൗദി ഉണ്ട്, അതോടൊപ്പം തുർക്കിയുണ്ട്. അപ്പോൾ ഇന്ത്യക്കാരും പറഞ്ഞു, വിഷമിക്കണ്ട അണ്ണാ, ഞങ്ങളുടെ കൂടെ ഇസ്രയേലും ഉണ്ട്. ഹോർമോസ് ആരടയ്ക്കും? ഇറാൻ പ്രശ്നം ആര് തീർക്കും? ഇറാനും തകരത്തിൽ, ഇറാഖും തകരത്തില്ല. അന്നെങ്കിലേ ആന്റി ക്രൈസ്റ്റ് വരത്തുള്ളൂ. ലോകത്തിൽ ഒന്നാമത് നടക്കുന്ന ഒരു ആറ്റം യുദ്ധമല്ല, പശ്ചിമേഷ്യയിലെ പ്രശ്നങ്ങളല്ല. ഒന്നാമത് നടക്കുന്ന സംഭവം, തൻ്റെ സഭയെ ചേർക്കുവാൻ യേശു മടങ്ങി വരും. കരമുയർത്തുന്നവർക്കായും ലോകം കാണാൻ പോകുന്ന ഏറ്റവും വലിയ സംഭവം ആണവ റിയാക്ടർ പൊട്ടുന്നതൊന്നുമല്ല. ലോകം കാണാൻ പോകുന്ന ഏറ്റവും വലിയ സംഭവം കർത്താവ് മടങ്ങി വരും. അപ്പോൾ നമ്മുടെ നെയ്യാറ്റിൻകരക്കാർക്ക് സന്തോഷമില്ല. ബാക്ക് സം ഡേയ്സ് ആൻ എഫിഷ്യന്റ് ഇന്റർവ്യൂ BBC, ദാറ്റ് മീൻസ് ലീഡിംഗ് മ്യൂസീഷ്യൻ AR റഹ്മാനുമായിട്ട് BBC ഒരു ഇന്റർവ്യൂ നടത്തി. അദ്ദേഹത്തോട് ചോദിച്ചൊരു കാര്യമുണ്ട്. അനവധി രാജ്യങ്ങൾ തങ്ങൾ സന്ദർശിച്ചു, മോർ ദാൻ 100 കൺട്രീസ്, 100 കൺട്രീസ് കൂടുതൽ സന്ദർശിച്ചു. അത്രയും സന്ദർശിച്ച ഒരാൾ നമ്മുടെ തിരുവനന്തപുരത്തുണ്ട്. അദ്ദേഹത്തിൻ്റെ പേരാ നമ്മുടെ ശശി തരൂർ സാർ, MP. അദ്ദേഹം UN മുൻ അണ്ടർ ജനറൽ സെക്രട്ടറി. എത്ര രാജ്യത്തിൽ പോയിട്ടുണ്ടെന്ന് പുള്ളിയോട് ചോദിച്ചറിയാം. എനിക്ക് തോന്നുന്നു 100 പരം പോയി കാണും. അത്രയും വലിയ പ്രമുഖനായിരുന്നു ശശി തരൂർ. അതുപോലെ തന്നെയാണ് AR റഹ്മാനോട് BBC വെച്ച്, താങ്കൾക്ക് അവസാനമായി എന്തെങ്കിലും ആഗ്രഹമുണ്ടോ? അദ്ദേഹം വിശ്വാസിയൊന്നുമില്ല. അദ്ദേഹം പറഞ്ഞു, ഓൾ മീഡിയാസ്, എല്ലാ മീഡിയയും ഇന്ന് ലോകം പറയുന്നു ജീസസ് മടങ്ങി വരും, കാണാൻ താല്പര്യമുണ്ട്. സന്തോഷമില്ലല്ലോ സോദരം? AR റഹ്മാൻ പറയുന്നു ജീസസ് മടങ്ങി വരും, കാണാൻ താല്പര്യമുണ്ടത്. ഞങ്ങളെപ്പോലുള്ള ഉപദേശിമാർ പറയുന്നു ഷീല സച്ചായി ഉടനെ എങ്ങും വരരുതെന്ന്. സന്തോഷമില്ലല്ലോ സോദരം? കുറച്ച് കാശും വേണം, ഫ്ലൈറ്റിനകത്ത് കറങ്ങണമെന്ന്. വരുവാനുള്ളവൻ വരും, കാലമേറെയില്ല. ഒന്ന് കൃപായുഗം കഴിഞ്ഞാൽ ഇവിടെ ഒരു സഭയെടുക്കപ്പെടുമ്പോൾ ഒരു അന്തിമ യുദ്ധമുണ്ടാകും. അന്തിമ യുദ്ധത്തിൻ്റെ ചാലികളാ ഇന്ന് പശ്ചിമേഷ്യയിൽ നടക്കുന്നത്. നാളെ ഒരു ഭാഗം നമ്മളത് ചിന്തിക്കുക. ഇന്നത്തെ ലോകം 2 ചേരിയിൽ തിരിയുന്നു. ഒന്ന് ഇസ്ലാമിക് നാറ്റോവായി തുർക്കി നേതൃത്വം കൊടുക്കുന്നു, തൊയ്ബ് എർദോഗൻ. അറബ് ലീഗിനെ റഷ്യയുടെ കൈകളിൽ എത്തിക്കുവാനുള്ള പദ്ധതിയാ. സൗദി അറേബ്യയും പാകിസ്ഥാനുമായിട്ട് കരാർ ഒപ്പിടുന്നു. അങ്ങനെയുണ്ടെങ്കിൽ ഇത് വരാൻ പോകുന്നത് യെറൂശലേമിലേക്കാ. അതൊരു ഭാരമുള്ള കല്ലായി വരും. സക്കറിയ പ്രവചനം 12, 1, 2, 3 ഇസ്രായേലിനെ കുറിച്ചുള്ള പ്രവചനം. പ്രപഞ്ചത്തിന് അടിസ്ഥാനമിടുകയോ ലോകമനുഷ്യനെ സൃഷ്ടിക്കുകയും ചെയ്ത നമ്മുടെ സർവശക്തനായ ദൈവത്തിൻ്റെ അരുളപ്പാട്, അന്നാളിൽ ജെറുസലേമിനെ ഞാനൊരു പരിഭ്രമ പാത്രമാക്കും, അതിന് ഭാരമുള്ള കല്ലായി വരും. സകല ജാതികളും അതിനെതിരെ വിരോധമായി കൂടി വരും. അതിനെ തൊടുന്നവർ കഠിനമായി മുറിവേൽക്കപ്പെടും. അതിൻ്റെ പേരാ വരാൻ പോകുന്ന അന്തിമ യുദ്ധം. അതിനു മുമ്പ് കർത്താവ് തൻ്റെ സഭയെ ചേർക്കുവാൻ രഹസ്യമായി വരും. അത് കഴിയുമ്പോൾ ബൈബിൾ, ചിലർ പറയുന്ന അതോടുകൂടി ലോകം തീരുമെന്ന്. എന്നാൽ പിന്നെ ബൈബിൾ മാറ്റണം. ആ 3.5 വർഷം ഒരുവൻ ഭരണത്തിൽ വരും. അവൻ്റെ പേരാ മൃഗം. അത് കഴിഞ്ഞാൽ 1000 ആണ്ട് വാഴ്ച. അത് കഴിഞ്ഞാൽ വി ആർ ട്രാവലിംഗ് ടു എവർലാസ്റ്റിംഗ് എറ്റേണിറ്റി. അതുകൊണ്ട് സാമുവേലും ചേർന്ന് പാടും, പുത്തനാം യെരൂശലേമിൽ എത്തും കാലം ഓർക്കുമ്പോൾ ഇത്തരയിൽ ഖേദമെല്ലാം മാഞ്ഞു പോകുമേ. അതോടുകൂടി ദൈവസഭ എടുക്കപ്പെട്ട് കഴിഞ്ഞാൽ ഇവിടെ ലോകവും കാണും, ഭരണാധികാരികളും കാണും, ഗോഗും കാണും, മാഗോഗും കാണും, യൂഫ്രട്ടീസും ടൈഗ്രീസും എല്ലാം വിഭജിക്കുന്ന ഒരു കാലം വരാറായി. അങ്ങനെയെങ്കിൽ ഉലകത്തെ പിടിക്കുവാൻ ഒരുവൻ ഭരണത്തിലേക്ക് വരണം. ചിന്തയുടെ ആധിക്യങ്ങൾ ബൈബിൾ കോഡ് യേശുക്രിസ്തുവിന്റെ അനുസൂതമായ 3 പ്രഭാഷണങ്ങൾ. 1 മത്തായി 7, 8 ഗിരിപ്രഭാഷണം. 2 മത്തായി 24 ഒലിവുമല പ്രഭാഷണം. 3 യേശുക്രിസ്തുവിന്റെ മാളികമുറി പ്രഭാഷണം. യോഹന്നാൻ 14, 1, 2, 3. അവസാന രാത്രി ചിന്തിക്കൂ, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. അതാ പറഞ്ഞ് നാളെ നേരത്തെ ആരംഭിക്കുക, അവസാനം റാന്നിയിലെ പ്രളയം മുഴുവൻ ബൈബിൾ പരമായി നാളെ രാത്രിയും പ്രസംഗിക്കും. അങ്ങനെയെങ്കിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഏറ്റവും നിർണായകമായി ഒലിവുമല പ്രഭാഷണത്തിൽ വലിയൊരു സന്തോഷമുണ്ട്. മത്തായി 24, 3, 4, 5 ശീലാസ് പാസ്റ്ററില്, സുനിപ്പാസ്റ്ററില്, ഇവിടെ ഇരിക്കുന്ന മേൽപ്പുറത്ത് അരുമയാണ് ഊഴിയക്കാരനുള്ള യേശു ക്രിസ്തുവേ ഉലകത്തിൻ മുടിവൻ കടസിക്കാല ചെയ്തികൾ മധ്യ സുവിശേഷം വാസിക്കുന്നത് 24, 3, 4, 5 ഗുരു അതെപ്പോൾ സംഭവിക്കും? നിൻ വരവ് ലോകത്തേക്ക് അവസാനം അടയാളം. യേശു പറഞ്ഞു, ആരും നിങ്ങളെ തെറ്റിക്കാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളുവിൻ. ഞാൻ ക്രിസ്തു എന്ന് പറഞ്ഞ അനേക കള്ളക്രിസ്തുക്കളും കള്ളപ്രവാചകന്മാരും എഴുന്നേറ്റ് വരും. കർത്താവിന്റെ വരവിന്റെ ലക്ഷണങ്ങളെ ശയ്യാവല്ല, വഹസ്കേലല്ല, ദാനിയേലല്ല, ആമോസല്ല. യേശു പറഞ്ഞു മത്തായി 24, 32, 33, 34, 35 അത്തിമരത്തെ നോക്കി ഒരു ഉപമ പഠിപ്പീൻ. അതിന് കൊമ്പിളതായി ഇല തളിർക്കുമ്പോൾ വേനൽ. ഇസ്രായേൽ 7 രാഷ്ട്രങ്ങളുമായി ഇന്ന് രാത്രി യുദ്ധത്തിൽ ഏർപ്പെടുമ്പോൾ ഒരുവൻ അടുക്ക വാതിക്കൽ, അവൻ അടുക്ക വാതിക്കൽ. ഇത് സാധാരണ സംഭവമല്ല, മശിഹായുടെ വരവിൻ്റെ ലക്ഷണങ്ങളാണ്. അതിനാസ്പദമായി ഇന്ന് രാത്രി എല്ലാവരും കേൾക്കണം. മശിഹ വരുന്നതിൻ്റെ തുടക്കമാ കോവിഡ് 2019. ഏത് കോവിഡ് ആഞ്ഞടിച്ചു? 2022. എല്ലാവരും കേൾക്കണം. നമ്മുടെ മാസ്കും പോയി, സാനിറ്റൈസറും പോയി. 2022 ഒരു സംഭവം നടന്നു.
ഫെബ്രുവരി മാസം 22 റഷ്യ ഉക്രൈനെ ആക്രമിച്ചു. ഇന്ന് നെയ്യാറ്റിൻകര ഇവിടെ ഇരിക്കുമ്പോൾ അടി ഇപ്പോഴും നടക്കുക. റഷ്യ ഉക്രൈൻ 5 വർഷം ആകാൻ പോവുക. 2025 ഒക്ടോബർ മാസം 7 സിംജത്ത് തോറ, യഹൂദന്റെ സൂക്കോത്ത് പെരുന്നാളിനകത്ത് ഹമാസിന്റെ പോരാളികൾ എന്താ സംഭവിച്ചത്? ഇസ്രയേലിലേക്ക് കടന്നു വന്നു. ഇതാ അന്ത്യദിനം. ആമോസ് 2:5, ഞാൻ യഹൂദയ്ക്കകത്തൊരു തീ അയക്കും, യെരൂശലേമിന്റെ അരമനകളെ കത്തിച്ചു കളയും. ബൈ കോവിഡ്. നമ്പർ 1. നമ്പർ 2, റഷ്യ ഉക്രൈനെ ആക്രമിച്ചു. നമ്പർ 3, ഇസ്രയേൽ നേരെ ആക്രമണം. 7 രാഷ്ട്രങ്ങളെ ഇസ്രയേൽ ആക്രമിക്കുന്നു. 1 ഹമാസ്, 2 ഹിസ്ബുള്ള, 3 സിറിയ, 4 ലെബനോൻ, 5 ഇറാൻ, 6 ഖത്തർ, 7 യമൻ. എത്ര രാജ്യങ്ങളുടെ മണ്ടയ്ക്കാ കൊടുത്തത്? സമാധാനമൊന്നും ഇല്ലാതിരിക്കുക. അന്ത്യകാലം. അങ്ങനെ നിങ്ങൾ ഇതൊക്കെയും കാണുമ്പോൾ അവൻ അടുക്ക ബാധിക്കൽ. അതിൻ്റെ ഇടയ്ക്ക് 4 സംഭവം നിങ്ങൾ കണ്ടു. 5ാമത്തെ സംഭവമാ ഇസ്ലാമിക് നാറ്റോ. കഴിഞ്ഞ ദിവസം കണ്ടില്ലേ? പാകിസ്ഥാൻ പറയോ, ഇന്ത്യക്കാരോട് പറയാം, ഞങ്ങളെ അടിച്ചാൽ ഞങ്ങളുടെ കൂടെ 2 പേരൂടായി. ഒന്ന് സൗദി ഉണ്ട്, അതോടൊപ്പം തുർക്കി ഉണ്ട്. അപ്പൊ ഇന്ത്യക്കാരും പറഞ്ഞു, വിഷമിക്കണ്ട അണ്ണാ, ഞങ്ങളുടെ കൂടെ ഇസ്രായേലും ഉണ്ട്. പ്രൈസ് ദി ലോർഡ്. സന്തോഷമില്ലല്ലോ? സ്വോത്രം പറഞ്ഞു കേട്ടില്ലയോ? അതുകൊണ്ട് ഇന്ത്യൻ വിദേശകാര്യമന്ത്രി നാറ്റോ കണ്ടപ്പോഴേ ഇസ്രയേലിലേക്ക് ഫോൺ ചെയ്തു. ഇസ്രയേൽ പറഞ്ഞു, അണ്ണാ നീ എങ്ക കൂടെ പോകാതെ ഞാൻ ഇങ്ങ ഇരിക്കുന്നത്. മനസ്സിലാക്കുന്നവർക്കായി സ്വോത്രം. അതുകൊണ്ടാണ് ഇസ്രയേലിൻ്റെ പ്രധാനമന്ത്രി കഴിഞ്ഞ ദിവസം അമേരിക്കയായിട്ടൊരു വഴക്കുണ്ടായി. നമ്മുടെ കയ്യാല മാന്തുന്നുള്ളൊരു വഴക്കുണ്ടായി. അമേരിക്കയിലെ ട്രംപ് പറഞ്ഞു, പിന്നെ ഞാൻ ഉണ്ടായതുകൊണ്ടാണ് നീ നിൽക്കുന്നതെന്ന്. ഉടനെ നെതന്യാഹു പറഞ്ഞു, നീ ഇല്ലേലും കുഴപ്പമില്ല, 150 കോടി ജനസംഖ്യയുള്ള രാജ്യം എൻ്റെ കൂടെ ഉണ്ടെന്ന്. കര ഉയരുന്നില്ലല്ലോ. അതാ ഇന്ത്യ. ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രി പറഞ്ഞതാ. മനസ്സിലാകുന്നവർക്കായി ഇതെല്ലാം അന്ത്യകാല സംഭവം. അത്തി തളിർത്തു, കൊമ്പിളതായി വേനലെടുത്തു. ഇതിൻ്റെ പിൻപിൽ ഒരുവൻ വരുന്നു, അവനടുക്ക ബാധിക്കൽ. അവൻ്റെ പേരാ മൃഗം. ഒരുവൻ ലോകം ഭരിക്കുവാൻ വരുന്നു. വരുമോ മൃഗം? പ്രഭാഷണത്തിൻ്റെ 1ാമത്തെ ഘട്ടത്തിലേക്ക് കൃത്യസമയത്ത് അച്ഛൻ പറയുന്ന സമയത്ത് ഇന്ന് രാത്രി അവസാനിപ്പിക്കാം, ബാക്കി നാളെ. എൻ്റെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, ഈ രാത്രി എന്താ അതിൻ്റെ പ്രത്യേകത എന്നറിയാവോ? ഒരു മൃഗം വന്നേ മതിയാ ഒരു ഭരണാധികാരി. ഹോർമോസ് ആരടയ്ക്കും? ഇറാൻ പ്രശ്നം ആര് തീർക്കും? ഗൾഫ് രാജ്യങ്ങളുടെ സഹകരണങ്ങൾ ആരവസാനിപ്പിക്കും? ഇവിടുത്തെ സ്വർണ്ണവില ആര് നിയന്ത്രിക്കും? പെട്രോളിൻ്റെ വില ആര് നിയന്ത്രിക്കും? ലോകരാജ്യങ്ങളിൽ സമാധാനമില്ലാതെ കീഴുന്നു. കാലാവസ്ഥാ വ്യതിയാനം. റാന്നിയിൽ പ്രളയം, ഉത്തരാഖണ്ഡിൽ മേഘവിസ്ഫോടനം, കാനഡയിലും അമേരിക്കയിലും തണുപ്പടിക്കുന്നു. ഇവിടുന്ന് റോസമാമ യൂറോപ്പിലേക്ക് പോയത് ആ സെറ്ററുമായിട്ട് അവിടെ ചെന്നപ്പോൾ AC-യുടെ കീഴിലിരിക്കുന്നു. അവിടെയും ചൂടുമടിക്കുന്നു. ആകാശത്തുനിന്ന് മേഘം ഇറങ്ങുന്നു. ഇതൊക്കെ മാറ്റണമെങ്കിൽ ഒരുവൻ ഭരണത്തിൽ വരുവാൻ ഈ പ്രതിസന്ധികൾ മാറണം. ഇസ്രായേൽ ഇറാൻ വിഷയം ആര് തീർക്ക്? അമേരിക്ക വെനീസുല ആര് തീർക്ക്? ഇന്ത്യ പാകിസ്ഥാൻ വിഷയം ആര് തീർക്ക്? ഇന്നത്തെ ലോക രാജ്യങ്ങളിലെ പ്രതിസന്ധി ആര് തീർക്ക്? ഈ മാർക്കറ്റുകളെ ആര് നിയന്ത്രിക്കുമ്പോൾ ഒരച്ഛൻ പറയുന്നു, ഞാനെല്ലാം ക്ലിയർ ആക്കാം. അത്തിമരം തളിർത്തു, കൊമ്പിളതായി വേനലെടുത്തു, അവനടുക്ക ബാധിക്കൽ. അവൻ്റെ പേരാ മൃഗം. അതിന് ഇംഗ്ലീഷിൽ കമോൺ ദ സ്റ്റഡിങ് ബോയ്സ് ആൻഡ് ഗേൾസ് റൈറ്റ് ദാറ്റ് മാറ്റർ ദാറ്റ് മീൻസ് ന്യൂ വേ വേൾഡ് ഓർഡർ. ലോകം ഒരുവന്റെ കയ്യിലേക്ക് വരാൻ പോകുന്നു. ഒരു മൃഗൻ വരാൻ പോകുന്നു. വായിച്ചു തുടങ്ങുന്നു. ബൈബിൾ ഏവർക്കും എടുക്കാം. വെളിപ്പാട് പുസ്തകം 13:1-2. 1 മൃഗത്തോട് ജയിക്കണം. എവിടെ മൃഗം? ആര് ജയിക്കൂ? കുഞ്ഞു വായിക്കുന്നു, മൃഗം എവിടെ? വായിച്ചോട്ടെ. വെളിപ്പാട് 13:1-2 സമാധാനത്തിൽ വായിക്കുന്നു. അപ്പോൾ 10 കൊമ്പും. ഇതാണ് നിങ്ങൾ കേൾക്കേണ്ടത്. അപ്പോൾ 10 കൊമ്പും. എപ്പോൾ? ആഫ്റ്റർ ദ തേർഡ് വേൾഡ് വാർ. എല്ലാവരും കാണണം. ലൈവ് ചാനൽ കൊടുക്കുമ്പോൾ കൃത്യമായിട്ട് കൊടുക്കണം. ചുവന്ന സൂര്യൻ. അച്ഛൻ ഇവിടെ നിന്ന് കണ്ടോണം. 1991 മിഖായിൽ ഗർബച്ചോവ് സോവിയറ്റ് യൂണിയനെ വെട്ടിമുറിക്കപ്പെട്ടു. ബൈബിളിനകത്തുണ്ട് ഈ ചുവന്ന സൂര്യൻ കെട്ടടങ്ങുമെന്ന്. എസെക്കിയേൽ 39:1-2 വീട്ടിൽ ചെന്ന് വായിക്കണം അമ്മാമേ. നീയോ മനുഷ്യപുത്ര, ഗോഗിനെ കുറിച്ച് വിളിച്ചു പറയേണ്ടത്. ഗോഗ ഇന്നത്തെ റഷ്യ, മാഗോഗ മംഗോളിയ. മാഗോഗിന്റെ പ്രത്യേകത 3 പേരുണ്ട്. കറിയാച്ചൻ, തോമാച്ചൻ, അവറാച്ചൻ. 1 കൊറിയ, 2 ചൈന, 3 റഷ്യ. ഇവരെ മുഴുവൻ പേര് മാഗോഗ്, മംഗോളിയ. മാഗോഗി നിറങ്ങിയവനാ ഇന്നത്തെ ഗോഗ്. നീ ഗോഗിനെ കുറിച്ച് വിളിച്ചു പറയേണ്ടത് രോസ്, മേശക്, ട്രൂബൽ എന്നിവയുടെ പ്രഭുവായ റഷ്യയെ ഞാൻ നിനക്ക് വിരോധമായ. അതാ റഷ്യ ഉക്രൈൻ. ഞാൻ നിന്നെ താടിയലിൽ ചൂണ്ടൽ കൊളുത്തി 6-1 ശേഷിപ്പിച്ച് ഇസ്രായേൽ പർവ്വതനിരകളിൽ കൊണ്ടുവരും. അതാ റഷ്യ ഉക്രൈൻ തീരാത്തത്. ഇത് വരുന്നത് ഇസ്രായേലിലേക്കാ. 6 രാജ്യം ബോർഡർ ടു ഉക്രൈനിലേക്ക് കടക്കുമ്പോൾ താജിക്കിസ്ഥാൻ, കിർഗിസ്ഥാൻ, കസാക്കിസ്ഥാൻ, തുർക്കമെനിസ്ഥാൻ, അസർബൈജാൻ. the 6th country come to the way to Israel. that means ഉക്രൈൻ. എത്ര ക്ലിയർ ബൈബിൾ പ്രവചനം. അങ്ങനെയെങ്കിൽ ചുവന്ന സൂര്യൻ കെട്ടടങ്ങി. ഇവിടെ നെയ്യാറ്റിങ്കര ഇരിക്കുന്ന ധനത്തിന്റെ പ്രസംഗത്തിനല്ല, നിന്നെ നിത്യത എത്തിക്കുന്ന പ്രസംഗം കേട്ടോണം. കാലം തീരാറായി. മനസ്സിലാകുന്നവർക്കായി എന്താ സംഭവം എന്നറിയാമോ? കമ്മ്യൂണിസ്റ്റ് നേതാവായി നമ്മുടെ സഖാവ് പിണറായിക്കോ, കാലം ചെയ്തു പോയ VS-നോ, കോടിയേരിക്കോ, EMS-നോ, ഇന്നത്തെ സഖാവ് MA ബേബിക്കോ അറിയത്തില്ല റഷ്യ വെട്ടി
വെട്ടിമുറിക്കപ്പെടുമെന്ന്. എന്നാൽ 2650 കൊല്ലം മുമ്പ് ഞങ്ങളുടെ ബൈബിളിനകത്ത് എഴുതി റഷ്യ രാജ്യം വെട്ടിമുറിക്കപ്പെടും. മനസ്സിലാകുന്നവർക്കായി ഇത് ഇവിടുത്തെ മലയാള പത്രങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. മോനെ ലൈവ് കൊടുക്കണം. ചുവന്ന സൂര്യൻ വീഴും, റഷ്യ വീഴുമെങ്കിൽ ഇത് ആന്റി ക്രൈസ്റ്റിന്റെ വരവ്. അങ്ങനെയെങ്കിൽ റഷ്യ മാറിയപ്പോൾ 12 പേരുമായിട്ട് ഒരുത്തൻ കയറി. അവന്റെ പേരാ യൂറോപ്യൻ യൂണിയൻ. 12 രാജ്യങ്ങളാ യൂറോപ്യൻ. 30 അംഗങ്ങൾ ടോട്ടൽ. അതിൽ പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്കറിയാം. അതിന്റെ പേരാ ഷെങ്കൻ വിസ. ഒറ്റ വിസ ഉണ്ടെങ്കിൽ 30 രാജ്യങ്ങളിലേക്ക് പോകാം. ആരാ 12? ബെൽജിയം, ഫ്രാൻസ്, ഇറ്റലി, ഈസ്റ്റ് ജർമ്മനി, ലംസംബർഗ്, നെതർലാൻഡ്, പോർച്ചുഗൽ, സ്പെയിൻ, ഡെൻമാർക്ക്, ഗ്രീസ്, അയർലൻഡ്, ബ്രിട്ടൻ. ദാണ്ടാച്ചായ 12 രാജ്യങ്ങളിൽ ഒരുവൻ വീണ് പോയി ബ്രിട്ടൻ. നമ്മുടെ ബോഡി സാർ 3 ടൈം ഭരിക്കുന്നു. പത്രം വായിക്കുന്ന നെയ്യാറ്റിൻകരയിലെ സഹോദരങ്ങൾക്കറിയാം, ബ്രിട്ടനിൽ 5 വർഷത്തിനിടയ്ക്ക് 4ാമത്തെ പ്രധാനമന്ത്രി. കരമുയർത്തുന്നവർക്കായി അതിന്റെ അർത്ഥം പിൻപിൽ ആന്റി ക്രൈസ്റ്റ് വരണം. അതുകൊണ്ട് ബൈബിൾ ഭരണകൂടങ്ങൾ തകരുന്നു, കടലിൻ മുഴക്കം കേൾക്കുന്നു. ഇതെല്ലാം ആന്റി ക്രൈസ്റ്റിന്റെ വരവ്. ബ്രിട്ടനിലെ പ്രധാനമന്ത്രി രാജിവെച്ചു പോന്നു. 10 കൊമ്പ്, 12ൽ 1 പോയി. ഇനി 1 കൊമ്പ്. ജർമ്മനി ഇപ്പൊ റഷ്യയിലൂടെ ചാരാൻ പോവുക. അതുകൊണ്ടാണ് ഇസ്രായേൽ സഹായിക്കാത്തത്. അങ്ങനെയെങ്കിൽ ജർമ്മനി പോയാൽ 10 കൊമ്പ് വരും, യൂറോപ്പ് എഴുന്നേറ്റ് വരും. അങ്ങനെയെങ്കിൽ അത് വരുന്നതിന് മുമ്പ് എന്റെ പ്രിയൻ വാനമേഘത്തിൽ വരും. സ്വത്രം. അതായി സംഭവങ്ങൾ മുഴുവൻ പത്രം വായിക്കണം. ഇതെല്ലാം അന്ത്യകാലത്തിന്റെ സംഭവം. 10 കൊമ്പ് വായിക്കാം മോളെ. 7 തല വായിച്ചാട്ടെ. 7 തലയും 7 തല, 7 ഭൂഖണ്ഡം. ഏഷ്യ, ആഫ്രിക്ക, തെക്കേ അമേരിക്ക, വടക്കേ അമേരിക്ക, യൂറോപ്പ്, ഓസ്ട്രേലിയ, അന്റാർട്ടിക്ക. 7 ഭൂഖണ്ഡങ്ങൾ ഒരുവൻ ഭരിക്കാൻ വരുന്നു. അടുത്ത വാക്ക്. കൊമ്പുകളിൽ 10 രാജമുടിയും. 10 രാജ്യങ്ങൾ യൂറോപ്പിനോട് ചേരും. അമേരിക്ക തീർന്നുകൊണ്ടിരിക്കുക. എല്ലാവരും യൂറോപ്പിനോട് ചേരും. അതിന്റെ അർത്ഥം രാജമുടി ഭരണത്തെ കാണിക്കുന്നു. നമ്മുടെ കേരളത്തിലെ മുഖ്യമന്ത്രി വി ഡി സതീശൻ സാർ ഒറ്റയ്ക്കല്ല. ബിന്ദു കൃഷ്ണനുണ്ട്, PC വിശ്വനാഥ് ഉണ്ട്, അതോടൊപ്പം തന്നെ നമ്മുടെ അനിൽകുമാർ ഉണ്ട്, അതേ CP ജോൺ ഉണ്ട്. അതുപോലെ 10 രാജമുടിയായിട്ട് 10 ലോകരാജ്യങ്ങൾ ബ്രിട്ടനോട് കൈ കൊടുക്കാൻ പോകുന്നു. യൂറോപ്പിന്റെ കരങ്ങളിൽ വരും. അതാ 10 രാജമുടി. അടുത്ത വാക്ക് വായിച്ചാട്ടെ. തലയിൽ ദൂഷണനാമങ്ങൾ അനവധി പേരവന് കാണും. എതിർ ക്രിസ്തു, തുമ്പുകെട്ട ഇടയൻ, നാശയോഗ്യൻ, വരുവാനിരിക്കുന്ന പ്രഭു, അധർമ്മത്തിന്റെ മർമ്മം. ഇതെല്ലാം അവന്റെ പേർ. അടുത്ത വാക്ക് വായിക്കാം. ജനത്തിന്റെ ഇടയിൽ നിന്നൊരു ഭരണാധികാരി വരും. കാട്ടിനകത്ത് നിന്നല്ല, അമ്പൂരിയിൽ നിന്നുമല്ല, അല്ലെങ്കിൽ അല്ലേലൂയ, അല്ലെങ്കിൽ കൂട്ടപ്പൂ മലയെന്നല്ല, ഗണപതി കല്ലിൽ നിന്നല്ല, മനുഷ്യന്റെ ഇടയിൽ നിന്ന് ഒരുവൻ എഴുന്നേറ്റ് വരും. അടുത്ത വാക്ക് വായിക്കാം മോളെ. ഞാൻ കണ്ട മൃഗം പുള്ളിപ്പുലിയ. പഴയ ഗ്രീസ് സാമ്രാജ്യം. ഗ്രീക്കിലെ ഒറ്റക്കൊമ്പൻ അലക്സാണ്ടറിനെ പറ്റി അറിയാമോ? അരയന്നങ്ങളുടെ തൂവലുകളിലുള്ള പട്ടുമത്തക്കകത്ത് അവൻ കടന്നത്. മനസ്സിലാകുന്നവർക്കായി അവന് 4 കമാൻഡർമാരുണ്ടായിരുന്നു. ക്യാപ്റ്റൻ ലിസിമാക്കസ്, സെലൂക്കസ്, ടോളമി. ഇതെല്ലാം അവന്റെ കമാൻഡർമാരുണ്ടായിരുന്നു. അങ്ങനെയെങ്കിൽ ഗ്രീസ് സാമ്രാജ്യം എഴുന്നേറ്റ് വരെ തകർന്നു പോയ സാമ്രാജ്യം. സെലൂക്കസ്, ലിസിമാക്കസ്, ടോളമി പോലെ ഇതുപോലെ വീണ്ടും ഗ്രീസ് സാമ്രാജ്യം വരും. അങ്ങനെയെങ്കിൽ ഇറാൻ തകരുമോ? ഇറാഖ് തകരുമോ? പലരും പറയുന്നു അമേരിക്ക ഇറാനെ തകർത്ത് തീർത്തു കളയുന്നു. നെവർ. ഇറാനും തകരത്തില്ല, ഇറാഖും തകരത്തില്ല. അന്നെങ്കിലേ ആന്റി ക്രൈസ്റ്റ് വരത്തുള്ളൂ. അടുത്ത വാക്ക് മോളെ. അതിന്റെ കാൽ കരടിക്കാല. ഇന്നത്തെ മേദ്യ പാർശ്യ സാമ്രാജ്യം ഇറാൻ. അതുകൊണ്ട് അമേരിക്ക ഇറാനെ തകർക്കത്തില്ല. ഇത് വെടിനിർത്തൽ ഉണ്ടാവും. ആന്റി ക്രൈസ്റ്റ് വരണമെങ്കിൽ ഇറാൻ വേണം. അതിന്റെ കാൽ കരടിക്കാൽ, അതിന്റെ വായ് വായിക്കാം. സിംഹത്തിന്റെ വായ് പോലെയുമായി സിംഹമുഖമായി ഇന്നത്തെ ഇറാഖ്. അതുകൊണ്ട് ഇറാനും ഇറാഖും തകരത്തില്ല. എതിർ ക്രിസ്തുവിന് വേണ്ടി വഴി ഒരുക്കുന്നത് ഈ രാജ്യങ്ങൾ. അങ്ങനെയെങ്കിൽ അടുത്ത വാക്ക് വായിക്കാം. അതിന് മഹാസർപ്പം. ഇന്നത്തെ ഭൂമിയെ പിടിച്ചിരിക്കുന്ന സർപ്പം. ആ സർപ്പത്തിന്റെ കുഴപ്പമാ ഇവിടെ പാപം, പുകവലി, മദ്യപാനം, MDM, മയക്കുമരുന്ന്, കഞ്ചാവ്, കത്തിക്കുത്ത്, കൊലപാതകം. ഇതിന്റെ പിൻപിലെല്ലാം യവന്റെ കരമാ, സാത്താന്റെ കരം. ഇന്നത്തെ മൃഗം ഇവിടെ ഉണ്ട്. അതാ അധർമ്മത്തിന്റെ മർമ്മം. മനസ്സിലാകുന്നവർക്കായി വായിക്കാം മോളെ. തന്റെ ശക്തിയും സിംഹാസനവും വലിയ അധികാരവും കൊടുത്തു. വലിയ അധികാരം, മസിൽ പവർ, മണി പവർ, ക്രൗൺ പവർ എല്ലാം ഒരുവന്റെ കയ്യിൽ വരും. അതുകൊണ്ട് ഇന്ന് രാത്രി പഠിക്കുന്ന മക്കൾ വീട്ടിൽ ചെല്ലണം. അന്ന് അടിച്ചാൽ മതി ന്യൂ വേ വേൾഡ് ഓർഡർ. അപ്പോൾ ഒന്നാമത് ദൈവസഭ എടുക്കപ്പെടാൻ കാലങ്ങൾ വിദൂരമല്ല. ഈ മൃഗത്തെ ആര് കാണും ഇന്ന് രാത്രി? അതാ നമ്മുടെ പ്രസംഗം. ഈ മൃഗത്തെ ആര് കാണും? വെളിപ്പാട് പുസ്തകം അതിന്റെ 13-ാം അധ്യായം 17-ാം അധ്യായം 8-9 വാക്യങ്ങൾ. ഈ മൃഗത്തെ ആര് കാണും? ആ മൃഗത്തെ കാണാതെ അക്കരെ നാട്ടിൽ പോകാൻ വേണ്ടിയാ സിയോൻ സംഘം ഈ കൺവെൻഷൻ വെച്ചിരിക്കുന്നത്. വായിക്കാം മക്കളെ. വെളിപ്പാട് 17-8-9 വാക്യങ്ങൾ വായിക്കാം. നീ കണ്ട മൃഗമോ ഉണ്ടായിരുന്നത് റോമാ സാമ്രാജ്യം. പഴയ റോമാ സാമ്രാജ്യം, നമ്മുടെ ഇന്ത്യ ഈസ്റ്റ് ഇന്ത്യ കമ്പനി പിടിച്ചോളൂ. റോമാ സാമ്രാജ്യം ഉണ്ടായിരുന്നത് ഇപ്പോൾ അതില്ല. ഇപ്പൊ ജനാധിപത്യ ഭരണം, വോട്ടിട്ട് ജനപ്രതിനിധികളെ തെരഞ്ഞെടുക്കുന്നു. അടുത്ത വാക്ക്.
ഇനി അഗാധത്തിൽ നിന്ന് കയറി വരുന്നത് നാശത്തിലേക്ക് പോകുവാനിരിക്കുന്നതുമാണ്. നാശത്തിലേക്ക് പോകുവാൻ ഒരു ഭരണം വരാറായി. അടുത്ത വാക്ക് ഉണ്ടായിരുന്നതും ഇല്ലാത്തതും വരുവാനുള്ളതുമായ മൃഗത്തെ. ലോകസ്ഥാപനം മുതൽ ബൈബിൾ ഇന്ന് രാത്രി അരുമயான வேதம் சொல்கிறது. நீங்க பைபிளில் அருமையான குறிப்பு, யாருமே ஒரு வாக்கியம் விடக்கூடாது. இது அருமையான வாக்கியம். ലോകസ്ഥാപനത്തിന് മുമ്പ് വായിച്ചട്ടെ. ലോകസ്ഥാപനം മുതൽ അറുക്കപ്പെട്ട ജീവപുസ്തകത്തിൽ പേരെഴുതാനിരിക്കുന്ന ഭൂവാസികൾ കണ്ട് അതിശയിക്കും. മതി. അപ്പൊ ജീവപുസ്തകത്തിൽ പേരെഴുതാതിരിക്കുന്ന ഭൂവാസികൾ ഈ മൃഗത്തെ കാണും. അപ്പൊ ജീവപുസ്തകത്തിൽ പേരെഴുതിയവരെവിടെ പോകും? കരം ഉയരുന്നില്ലല്ലോ. പ്രിയന്റെ വരവിലെടുക്കപ്പെടും. പള്ളി രജിസ്റ്ററിൽ പേരുണ്ടേ പോകത്തില്ല. നെയ്യാറ്റിൻകര മുനിസിപ്പാലിറ്റിയിലുണ്ടേ പോകത്തില്ല. അല്ലെങ്കിൽ തിരുവനന്തപുരം കോർപ്പറേഷനിലുണ്ടേ പോകത്തില്ല. അതുകൊണ്ടല്ലേ ശീലായ നിക്കോദിമോസിനോട് പള്ളി പ്രമാണിയോട് യേശു എന്താ പറഞ്ഞു? നീ പുതുതായി ജനിക്കണം. കരമുയർത്തുന്നവർക്കായി. അതാ ജീവന്റെ പുസ്തകത്തിൽ കരം ഉയരുന്നില്ലല്ലോ മാമ. സ്വോത്രം. അതാ പള്ളി പ്രമാണിയും വചനം അറിയാവുന്നവനുമല്ല. ഒരു രാത്രി യേശുവിന്റെ അടുത്ത് നിക്കോദിമോസ് വന്ന പള്ളി പ്രമാണി യേശു പറഞ്ഞൊരു കാര്യമുണ്ട്. നീ പുതുതായി ജനിക്കണം. അതിന്റെ പേരാ കർത്താവായി യേശു ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിക്കണം. കണ്ടോ? അതിന്റെ പേരാ ജീവപുസ്തകത്തിൽ പേരുള്ളവനെ ചേർക്കാൻ എന്റെ കാന്തൻ മടങ്ങി വരും. ഇവിടെയാ ഒന്നാമത്തെ ചിന്ത. 7 ഭൂഖണ്ഡം: ഏഷ്യ, ആഫ്രിക്ക, തെക്കേ അമേരിക്ക, വടക്കേ അമേരിക്ക, യൂറോപ്പ്, ഓസ്ട്രേലിയ, അന്റാർട്ടിക്ക. ഈ ഭൂഖണ്ഡം ഇന്ന് 197 രാജ്യമാണ്. 70 റിപ്പബ്ലിക്കും ഉണ്ട്. ഇത്രയും പേര് ഒരുവൻ ഭരിക്കാൻ എങ്ങനെ നടക്കും? 3.5 കോടി പേരെ ഭരിക്കാൻ നമ്മുടെ സതീശൻ ചേട്ടൻ ബുദ്ധിമുട്ടുന്നു. സന്തോഷമില്ലല്ലോ? സ്വോത്രം. 147 ഭരിക്കുവാൻ നമ്മുടെ മോഡി സാറും ബുദ്ധിമുട്ടുന്നു. അപ്പം 6000 ഭാഷ, ഏകദേശം 850 കോടി ജനത്തെ ഒരുവൻ എങ്ങനെ ഭരിക്കും? അതിനാസ്പദമായി പണ്ട് പറഞ്ഞാൽ നിങ്ങൾ പറയും, പാസ്റ്ററെ അതൊന്നും നടക്കുകയില്ല. ഇന്ന് പറഞ്ഞാൽ അത് ഭരിക്കണമെങ്കിൽ ഒരു വല ഇവിടെ വരണം. ഏതാ വല? നെയ്യാറ്റിൻകര സൂസമ്മ ചേച്ചി കിണറ്റിൻ്റെ മേളിൽ വിരിക്കുന്ന വലയല്ല. ആ വലയുടെ പേരാ ഇന്റർനെറ്റ്. കരമുയരുന്നില്ലല്ലോ മനസ്സിലാകുന്നവർക്കായി. ലോകം ഒരുവൻ ഭരിക്കും. അതിനാസ്പദമായി WWW വേൾഡ് വൈഡ് വെബ്സൈറ്റ്. ലോകം വിരൽത്തുമ്പിൽ WW. അങ്ങനെയെങ്കിൽ ഇന്ന് പിട്ടാപ്പള്ളി, മൈജി, നെയ്യാറ്റിൻകര മുനിസിപ്പാലിറ്റി എല്ലാ വ്ളാങ്ങാമുറിയിലെ കടയും അടിച്ചാൽ WW അടിച്ച് പേരും അടിച്ചാൽ ഡീറ്റെയിൽസ് വരുന്നത് പോലെ ലോകം ഒരുവന്റെ കയ്യിൽ. അതിനാസ്പദമായി ഇവിടെ കമ്പ്യൂട്ടർ വരണം. അങ്ങനെയെങ്കിൽ കമ്പ്യൂട്ടറും ഇന്റർനെറ്റും മൃഗത്തിന്റെ ഒരു ഭാഗം ഈ രാത്രി, ബാക്കി നാളെ. അങ്ങനെയെങ്കിൽ എന്താ അതിന്റെ പ്രത്യേകത എന്നറിയാമോ? പറഞ്ഞുതരാം. അതിന്റെ കമ്പ്യൂട്ടറിന്റെ ഇന്റർനെറ്റിന്റെ പ്രത്യേകത ലോകം ഒരുവന്റെ കയ്യിൽ. ഇന്ന് രാത്രി 5 കാര്യങ്ങൾ കമ്പ്യൂട്ടർ വഴി. 1945 കമ്പ്യൂട്ടറിന്റെ 1ാം പതിപ്പ് P1 പഠിക്കുന്ന കുഞ്ഞുങ്ങൾ ഫിലാഡൽഫിയ. 2 1961 P2 ഫിലാഡൽഫിയ അമേരിക്ക. 3 P3 അമേരിക്ക ഫിലാഡൽഫിയ. 4 1987 1987 പെന്റിയം 4. അന്ന് നെയ്യാറ്റിൻകര കരമനെ ബാലരാമപുരത്ത് കമ്പ്യൂട്ടർ ആദ്യമായിട്ട് വരിക. അന്ന് നമ്മുടെ വ്ളാങ്ങാമുറിയിൽ ഒരു സഹോദരൻ ഒരു കമ്പ്യൂട്ടർ മേടിക്കാൻ പോയ പെട്ടിയാട്ടോയ്ക്കകത്ത് പോകണം. വലിയൊരു പെട്ടി, വലിയൊരു സ്റ്റാൻഡ്, വലിയ മോഡം, എല്ലാം കൂടെ 10-25 കിലോ. സന്തോഷമില്ല? TV സ്റ്റാൻഡ് പോലെ. സ്വോത്രം. പെട്ടിയാട്ടോയിൽ പോകണമായിരുന്നു എല്ലാം കൂടെ വെക്കാനായിട്ട്. കമ്പ്യൂട്ടർ ടേബിളും. ആ കാലം മാറി. 4G മാറി. ഇപ്പം 5Gയും കഴിഞ്ഞ് 5.5Gയിലേക്ക് പോവാ. ഇവിടുത്തെ നെയ്യാറ്റിൻകര വത്സല ചേച്ചി നെയ്യാറ്റിൻകര ചെന്നൊരു ലാപ്ടോപ്പ് 16 ദാ കിടക്കുന്നത് വാനിറ്റി ബാഗ് പോലെ പ്രൈസ് തലോട് കൈ കൊണ്ടുവരുന്നു. സ്വോത്രം. ലോകം ഒരുവന്റെ കയ്യിൽ. WWW. അങ്ങനെയെങ്കിൽ കമ്പ്യൂട്ടർ വഴി ഏത് കാര്യങ്ങൾ കാണാം? 5 കാര്യങ്ങൾ. നമ്പർ 1 ലൈവ്. കയറും വേണ്ട, വയറും വേണ്ട. നമ്പർ 1 ലോകം ഒരുവന്റെ കയ്യിൽ. 2ാമത്തെ കാര്യം, നമ്മുടെ വ്ളാങ്ങാമുറിയിൽ ഒരു പയ്യൻ, എല്ലാവരും കേട്ടിരിക്കുന്നത്. അപ്പം അവന് ഇപ്പം ക്രിക്കറ്റ് കളി ചെന്നൈ പോയി കാണണം. 2020. മമ്മിയോട് പറഞ്ഞു പൈസ തരണം 20,000 രൂപ. മമ്മി പറഞ്ഞു കോവിഡ് കഴിഞ്ഞ് ഞാനൊന്ന് എഴുന്നേറ്റതേ ഉള്ളൂ. ഇവൻ ബ്രായും മൂട്ടി എവിടെ പാലത്തിൻ്റെ മേളിൽ ചെന്നിരിക്കുക. സ്വോത്രം. എന്തായാലും പാസ്റ്റർ വിളിച്ച് 1000 രൂപയ്ക്ക് EMIക്ക് നെയ്യാറ്റിൻകരയിൽ നിന്ന് മൊബൈൽ മേടിച്ച് 300 രൂപയ്ക്ക് ചാർജിങ് ചെയ്ത് WW10 സ്പോർട്സ് ചെന്നൈയിലെ കളി. നെയ്യാറിൻ്റെ നമ്മുടെ വ്ളാങ്ങാമുറി പാലത്തിൻ്റെ ഇവിടെ ഇരുന്ന് പയ്യൻ കാണുന്നു. ലോകം വിരൽത്തുമ്പിൽ. 3ാമത്തെ കാര്യം, ബൈബിളും കേൾക്കണം അന്ത്യകാലം. 3ാമത്തെ കാര്യം കേട്ടോ. ഇന്ന് രാത്രി നമ്മുടെ ഒരച്ഛൻ നെയ്യാറ്റിൻകര, അദ്ദേഹത്തിൻ്റെ വീട് ന്യൂയോർക്കിലാണ്.
വീട് ഇവിടെ പൂട്ടിയിരിക്കുക. സഹോദരൻ സഹോദരനെ ഏൽപ്പിച്ചിരിക്കുക. വാതൊക്കെ വഴിയാധാരമായ ക്യാമറ ഇന്റർനെറ്റിൽ കൊടുത്തിരിക്കുക. സത്യൻ ബ്രദർ വൈകിട്ട് വീട് തുറക്കാമെന്ന് അമേരിക്ക ന്യൂയോർക്കിൽ ഇരുന്ന് തോമാച്ചാൻ കണ്ട് വാട്സപ്പിൽ ഒരു വിളി. പ്രൈസ് ദി ലോർഡ്. സത്യൻ ബ്രദർ കറണ്ട് ബില്ലെടുക്കാനോ വെള്ളം ബില്ലെടുക്കാനോ വന്നത്. വീട് നെയ്യാറ്റിങ്കര, അച്ചായിരിക്കുന്നത് ന്യൂയോർക്ക്. വൈഫൈ. പ്രൈസ് ദി ലോർഡ്. കരമുയരുന്നില്ലല്ലോ. സ്വത്രം. ലോകം ഒരുവൻ്റെ കയ്യിൽ. നാലാമത്തെ സംഭവം, കമ്പ്യൂട്ടർ വഴി ലോകം മുഴുവൻ ഒരുവൻ്റെ കയ്യിൽ വരുമോ? നാലാമത്തെ സംഭവം എല്ലാവരും കേട്ടാട്ട്. ഇവിടെ നമ്മുടെ ഒരു പെൺകുട്ടി കല്യാണം എല്ലാം കഴിഞ്ഞു. പയ്യൻ വിളാങ്ങാമുറിക്കാരനായിരുന്നു. പയ്യൻ നമ്മുടെ അമരവിളക്കാരനായിരുന്നു. പെൺകുട്ടി വിളാങ്ങാമുറി. അവൻ കുവൈറ്റിൽ കൊക്കക്കോള കമ്പനിയിലെ സെയിൽസ് എക്സിക്യൂട്ടീവായിരുന്നു. കല്യാണം കഴിഞ്ഞ് പുള്ളിക്കാരൻ ഇവിടെ നിന്ന് പോയി. ഒരു 3 മാസം കഴിഞ്ഞപ്പോൾ പെൺകുട്ടിക്കൊരു വിശേഷം. കാരക്കോണം മെഡിക്കൽ കോളേജിൽ പോയി. എല്ലാവരും കേട്ടാട്ട് മമ്മിയായിട്ട് ഗൈനക്കോളജിസ്റ്റിനെ കണ്ട് ഡീറ്റെയിൽസ് ചോദിച്ചു. ഗൈനക്കോളജിസ്റ്റ് പറഞ്ഞു, മോളെ 1000 കെട്ടിയാട്ട് നമുക്കൊരു അൾട്രാസൗണ്ട് എടുക്കാം, റിസൾട്ട് എന്നെ കൊണ്ട് കാണിക്കണം. താഴെ പോകാൻ പറഞ്ഞു. താഴെ വന്നു. 1000 കൊടുത്തു. ഉടനെ ഒരു പെങ്കൊച്ച് വെള്ള കോട്ട് ഇട്ടിട്ട് പറഞ്ഞു മോള് കിടക്കാൻ പറഞ്ഞു. ഡോക്ടർ ലാപ്ടോപ്പിനകത്ത് ഞങ്ങൾ മൊബൈൽ ഞെക്കുന്ന പോലെ ഇങ്ങനെ ഞെക്കിക്കൊണ്ടിരിക്കുന്നു. മമ്മിയുടെ അടുത്ത് പറഞ്ഞ് അകത്ത് കയറേണ്ട, അവിടെ നിന്നോളാം. മോടെ വാനിറ്റി എല്ലാം മമ്മിയുടെ കൊടുത്തു. പെങ്കൊച്ച് കിടന്നപ്പോൾ വയറ്റിലൊരു കറക്ക് മൗസ് വെച്ച് ലാപ്ടോപ്പിലൊരു കുഞ്ഞ് പടം, ഒരു കുഞ്ഞു വളരുന്നു. പെങ്കൊച്ച് കരമുയർത്തി, കൺഗ്രാജുലേഷൻസ്, നിന്റെ വയറ്റിലൊരു കുഞ്ഞു വളരുന്നു, സന്തോഷം. ഉടനെ ചോദിച്ചു, ചേട്ടൻ എங்கே ഇരിക്കുന്നത്? പെൺകുട്ടി പറഞ്ഞു, കുവൈറ്റിൽ ഇരിക്കുന്നത്. മെയിൽ ID ഉണ്ടോ, വാട്സപ്പ് ഉണ്ടോ എന്ന് ചോദിച്ചു. മമ്മിയുടെ മൊബൈലുണ്ട്. കിളിവാതിൽ കൂടെ മമ്മിയുടെ മൊബൈൽ മേടിച്ച് ഈ ഡോക്ടർ എന്ത് ചെയ്ത് ലാപ്ടോപ്പിൽ ഒരു കുത്ത്, കീ കൂക്കു ഒറ്റയടി. കുവൈറ്റിൽ ഇരിക്കുന്ന പയ്യൻ തൻ്റെ ഭാര്യയുടെ വയറ്റിൽ വളരുന്ന കുഞ്ഞിനെ കാണുന്നു. ലോകം വിരൽത്തുമ്പിൽ. 5ാമത്തെ സംഭവം നെയ്യാറ്റിൻകരക്കാർ കാണണം. ഞാനിനി വന്നില്ലെങ്കിലും നെയ്യാറ്റിൻകരക്കാർ കാണണം. നെയ്യാർ മെഡിസിറ്റി, PRS എല്ലാം വരാൻ പോകുന്ന ഒരു ബോർഡ്. 5G സർജറി. ഇതാ കിടക്കുന്നു സർജറി 5G എല്ലാം വരാൻ പോവുക. നിംസിൻ്റെ മുമ്പിലും വരും, PRSൻ്റെ മുമ്പിലും വരും, നെയ്യാറിലും വരും, കാരക്കോണത്തും വരും. 5ാമത്തെ സംഭവം ലോകം ഒരുവൻ ഭരിക്കുമോ? ഇന്ന് രാത്രി കേൾക്കണം. ഏറ്റവും നിർണായകമായി എന്താ അതിൻ്റെ സംഭവം എന്നറിയാമോ? പറഞ്ഞുതരാം. നമ്മുടെ ഒരു ചെറുപ്പക്കാരൻ ഇന്ന് രാത്രി നിംസ് മെഡിസിറ്റിയിൽ ഹാർട്ട് അറ്റാക്കായി പോയി. അവർ പെട്ടെന്ന് സ്കാൻ ചെയ്തിട്ട് പറഞ്ഞു, ഒരു ബ്ലോക്കേ ഉള്ളൂ, നമുക്ക് 70% ഉള്ള ഒറ്റ ബ്ലോക്കേ ഉള്ളൂ, മാറ്റിയിടാൻ രാത്രി തന്നെ. വീട്ടിൽ പ്ലംബർ വന്ന് പൈപ്പ് മാറ്റുന്നുള്ള മാറ്റാൻ കാത്തലാവി കയറ്റി. ആ സമയത്ത് മയക്കവന് ഒരറ്റാ കൂടെ വന്ന്. വല്ലാത്ത പേടി. ഒരു സർജനേ ഉള്ളൂ. മെയിൻ ഡോക്ടർ മധു ശ്രീധർ സാർ ചെന്നൈ അപ്പോളോ ഒരു ക്യാമ്പിന് പോയിരിക്കുക. ഉടനെ അവർ വിളിച്ചു, സാർ ഈ കൊണ്ടുവന്നാക്ക് ഒരു അറ്റാക്ക് കൂടെ വന്ന് ഞങ്ങൾ കട്ട് ചെയ്തിരിക്കുമ്പോൾ ആകെ പ്രശ്നമാണ്. അപ്പോൾ സാറ് പറഞ്ഞ് ലൈവ് കൊടുക്കാൻ പറഞ്ഞു. നെയ്യാറ്റിൻകര നിംസിൽ നിന്ന് കയറും വേണ്ട, വയറും വേണ്ട, ലൈവ് നേരെ ചെന്നൈ അപ്പോള്. ഡോക്ടർ അവിടെ ഇരുന്ന് ഡയറക്റ്റ് പറഞ്ഞു കൊടുക്കുന്നു, ജൂനിയറിനോട് ഇങ്ങനെ കട്ട് ചെയ്യണം, ഇങ്ങനെ ക്ലാമ്പ് ചെയ്യണം. അവസാനം അന്നമ്മ സിസ്റ്ററിനോട് പറഞ്ഞ് നെഞ്ചിനകത്തൊരു പ്ലാസ്റ്റർ അടിച്ചേക്കാൻ. കരം ഉയരുന്നില്ലല്ലോ. സ്വത്രം. പയ്യൻ കിടക്കുന്നത് നെയ്യാറ്റിൻകര, കാണുന്നത് ചെന്നൈ അപ്പോളോ. ബൈ ലൈവ് സർജറി. ഇതിൻ്റെ പേരാ 5G. എല്ലാ ആശുപത്രിയിലും വരാൻ പോകുന്നു. അമേരിക്കയിലെ ഡോക്ടർമാർ കിംസിലും നിംസിലും വരാതെ സർജറി നടത്താൻ പറ്റുന്നു. അതിൻ്റെ പേരാ WWW. അങ്ങനെയെങ്കിൽ കമ്പ്യൂട്ടർ സമം 666. ലോകം ഒരുവന്റെ കയ്യിൽ ഒരു മൃഗം സകലതും പിടിച്ചടക്കാൻ വരുന്നു. ആ കമ്പ്യൂട്ടർ സമം 666. ഇന്ന് രാത്രി അതിനാസ്പദമായി കാര്യങ്ങൾ പറഞ്ഞുതരാം. ബൈബിളിൽ ഏറ്റവും നിർണായകമായി 119 സങ്കീർത്തനമുണ്ട്. അതിനകത്ത് യഹൂദനോടുള്ള ബന്ധത്തിൽ കണ്ണികകളാണ്. ആലേവ്, ദാലത്ത്, ബേത്ത്, ചീമേല്. അത് കഴിഞ്ഞാൽ 6ന്റെ പേരിലാണ് വൗ W. അങ്ങനെയെങ്കിൽ മലയാളത്തിൽ W 23ാമത്തെ അക്ഷരമാണ്. യഹൂദൻ്റെ അക്ഷരമാലയിൽ 6ാമത്തെ അക്ഷരമാണ് W. നമ്മൾ മലയാളം A1, B2, C3, D4, E5, F6. പക്ഷേ യഹൂദൻ ഒരു അക്ഷരത്തിന് ബലം കൊടുക്കുന്നത് 6. കമ്പ്യൂട്ടർ സമം 666. നാളെ വേണേ ഒന്നുകൂടെ പറഞ്ഞുതരാം. സമയത്തിൻ്റെ ലബ്ധത കൊണ്ട് COMPUTER. ഇതിനകത്ത് ലൈവ് നിങ്ങൾക്ക് വീട്ടിൽ ചെയ്യാം. പാസ് അതെല്ലാം ഒരുക്കിയിട്ടുണ്ടല്ലോ. അതിനെങ്കിൽ ഓരോ അക്കം C18, O90, M78, P96, U126, T120, E30, R108 സമം 666 WWW വേൾഡ് വൈഡ് വെബ്സൈറ്റ്. അപ്പം നിങ്ങൾ പറയും ഫേസ്ബുക്ക്, യൂട്യൂബ്, ട്വിറ്റർ, എക്സ്, വാട്സപ്പ്, അത് കഴിഞ്ഞ് ടെലിഗ്രാം. ഇതിനൊന്നും W വേണ്ട. അതിൻ്റെ ആവശ്യം നിങ്ങളുടെ മൊബൈലിനകത്ത് ഒരുത്തനെ കയറ്റി. അതിൻ്റെ പേരാ സോഫ്റ്റ്വെയർ. കരമുയർത്തുന്നവർക്കായി. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് മൊബൈൽ ശോശാമാമ ഞെക്കുമ്പോൾ പറയുമ്പോൾ അപ്ഡേറ്റ് സോഫ്റ്റ്വെയർ മനസ്സിലാകുന്നവർക്കായി. എന്നെങ്കിൽ പുതിയ വേർഷനിൽ കയറത്തോളൂ. അതുകൊണ്ടാണ് ഈ ഫേസ്ബുക്കും അല്ലെ യൂട്യൂബും അടിക്കുമ്പോൾ ഡയറക്റ്റ് വരുന്ന സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്യണം. അങ്ങനെയെങ്കിൽ WW ബൈബിളിനകത്തുണ്ടോ?
5W കോക്രോച്ച് ജനതാ പാർട്ടി ഡൽഹി പിടിക്കാൻ പോകുന്നു. അതിന്റെ ആസ്പദമായി ഇതെല്ലാം ബൈബിളിനകത്തുണ്ട്. വായിക്കുന്നു. 5W ബൈബിളിലേക്ക് ലോകം ഒരുവൻ പിടിക്കാൻ പോകുന്നു. അതിന്റെ തുടക്കമായി കോക്രോച്ച് പാർട്ടി. ഇപ്പൊ പറഞ്ഞുതരാം, വായിക്കാം. വെളിപ്പാട് പുസ്തകം 13, 3, 4, 5, 6, 7 വായിച്ചോട്ടെ. വെളിപ്പാട് 13, 3, 4, 5, 6, 7 വായിക്കാം മക്കളെ. അതിന്റെ തലകളിൽ ഒന്ന് മരണകരമായ മുറിവേറ്റതുപോലെ ഞാൻ കണ്ടു. ഒന്നാമത്തെ W. ഒരു മൃഗം വരുന്നതിന് മുമ്പ് അവൻ മുറിവേറ്റവനായിരിക്കും. മുറിവ സിറിയ. അതിന്റെ W ഇംഗ്ലീഷ് വി ഡിഫൈൻഡ് ദ ഫസ്റ്റ് ഡേ കൺവെൻഷൻ. മുറിവിന്റെ ഇംഗ്ലീഷ് വൂണ്ട്. ഒന്നാമത്തെ W. അടുത്ത വാക്ക് വായിച്ചിട്ട് മോളെ. അതിന്റെ മരണകരമായ മുറിവ് പുറത്തുപോയി. അപ്പൊ സിറിയക്ക് വെടിനിർത്തൽ ഉണ്ടാകും. അതുകൊണ്ടാണ് ഇപ്പൊ ഇസ്രയേലും അമേരിക്ക സിറിയ ആക്രമിക്കുന്നില്ല. ബാഷർ ഓടിപ്പോയി. ഇസ്രയേലിൽ പിന്തുണയുള്ള ഒരു ഭരണാധികാരി ഇപ്പൊ സിറിയയിലായി. അതുകൊണ്ടാണ് സിറിയയുടെ വാർത്ത കേൾക്കാത്തത്. ആന്റി ക്രൈസ്റ്റ് വരാനുള്ള വഴിയായി ഇതെല്ലാം. യഹൂദനാലയം പണിയുവാൻ അതിന്റെ ഒരു ഭാഗം ആ തൊഴുക്കൽ സത്യദൈവ സഭയിൽ ഞാൻ പ്രസംഗിച്ചപ്പോൾ ഞാൻ പറഞ്ഞു അതിന്റെ ബാക്കി ഭാഗം ഇവിടെ പ്രസംഗിക്കും. അതുകൊണ്ട് 1000 ആണ്ട് വാഴ്ച അവിടെ പ്രസംഗിച്ചതിന്റെ ബാക്കി ഇവിടെ പറയുന്നത്. അടുത്ത വാക്ക് വായിക്കാം മക്കളെ. സർവ്വഭൂമിയും മൃഗത്തെ കണ്ട് വിസ്മയിച്ചു. വിസ്മയത്തിന്റെ മലയാളം അതിശയം. രണ്ടാമത്തെ W കമ്പ്യൂട്ടർ ഇന്റർനെറ്റ് റിലേറ്റഡ് ബൈ ബൈബിൾ വിത്ത് ആന്റി ക്രൈസ്റ്റ്. അതിന്റെ പേര് അതിശയം, വണ്ടർഫുൾ. അടുത്ത മൂന്നാമത്തെ വാക്ക് വായിക്കാം. മൃഗത്തിന് അധികാരം കൊടുത്തതുകൊണ്ട് അവർ മഹാസർപ്പത്തെ നമസ്കാരം. അതിന് ഇംഗ്ലീഷ് വർഷിപ്പ്. സാത്താൻ ആരാധന, കൊതിയൻ. അവനും വേണം ആരാധന. അതുകൊണ്ട് നമ്പർ 1 വൂണ്ട്, നമ്പർ 2 വണ്ടർഫുൾ, നമ്പർ 3 വർഷിപ്പ്. ഇതെല്ലാം WW റിലേറ്റഡ്. അടുത്ത പാറ്റാ പാർട്ടിയിലേക്ക് വായിക്കാം. അടുത്തത് മൃഗത്തോട് തുല്യനാർ അതിനോട് പൊരുതുവാൻ ആർക്ക് കഴിയുമെന്ന് പറഞ്ഞു. ഈ ലോകത്തിലെ ഭരണാധികാരികൾക്കൊന്നും അവനോട് പൊരുതുവാൻ കഴിയത്തില്ല. അതിന്റെ പിൻപില ഈലോൺ മസ്ക് എഴുന്നേറ്റ് വരുന്നു. ഇന്ന് രാത്രി അടുത്തൂടെ വായിച്ചു തരാം. അടുത്ത വാക്ക് എന്ന് പറഞ്ഞ് മൃഗത്തെയും നമസ്കരിച്ചു. അടുത്തത് ദൂഷണവും സംസാരിക്കുന്ന വായ് അതിന് ലഭിച്ചു. അതാ ഇന്നത്തെ ഗൂഗിൾ. വായ് എന്ന് വരുന്ന വാക്കിന്റെ പേരാ വേഡ്. നാലാമത്തെ W വോണ്ട്, വണ്ടർഫുൾ, വർഷിപ്പ്, വേഡ്. അവന്റെ ശബ്ദം ലോകം മുഴുവൻ കേൾക്കും. നാളേത്. അടുത്ത വാക്ക് വായിച്ചാട്ടെ. 42 മാസം പ്രവർത്തിപ്പാൻ അധികാരം ലഭിച്ചു. അതാ ദൈവസഭ എടുക്കപ്പെട്ടാൽ ആദ്യത്തെ 3.5 വർഷം പല അച്ചായമാരും പറഞ്ഞു കർത്താവ് വന്നു പോയാ പിന്നെ ഇവിടെ ഒന്നുമില്ലെന്ന്. എന്റെ പൊന്നച്ചായ, കൈവിടപ്പെട്ടു പോകുന്നവരെ ന്യായവിധി അവിടെ പ്രസംഗിക്കുന്നു. 42 മാസം ആന്റി ക്രൈസ്റ്റ്, ഒന്നാമത്തെ ഭരണം, ഉപദ്രവകാലം. ബൈബിളിനകത്ത് ഇതെല്ലാം ഉണ്ട്. അന്ത്യകാലം. അടുത്ത ഭാഗം വായിക്കാം. അത് ദൈവത്തിന്റെ നാമത്തെയും പിശാച് ബോസ്കോ അവന്റെ അപ്പന് വായിച്ചാട്ട് മക്കളെ. അവന്റെ കൂടാരത്തെയും സ്വർഗത്തിൽ വസിക്കുന്നവരെയും ദുഷിപ്പാൻ ദൈവദൂഷണത്തിനായി വാ തുറന്നു. അവൻ സംസാരിക്കുന്നത് ദൂഷണത്തിന്റെ വാക്ക്. കർത്താവ് സദ്വർത്തമാനം, എതിർ ക്രിസ്തു ദൂഷണ വർത്തമാനം. അടുത്ത വാക്ക്. അടുത്തത് വിശുദ്ധന്മാരോട് യുദ്ധം ചെയ്ത് അവരെ ജയിപ്പാനും. യുദ്ധത്തിന്റെ ഇംഗ്ലീഷ് വാർ. 5W ആയി. ഇപ്പോഴാ കോക്രോച്ച് ജനതാ പാർട്ടി CJP വരുന്ന. അടുത്ത വിശുദ്ധന്മാരോട് യുദ്ധം ചെയ്ത് അവരെ ജയിപ്പാനും സകല അതിന് അധികാരം ലഭിച്ചു. എവിടൊക്കെ അധികാരം? സകല ഗോത്രത്തിന്മേലും വംശത്തിന്മേലും ഭാഷമേലും ജാതിമേലും അധികാരം ലഭിച്ചു. എല്ലായിടത്തും അവൻ അധികാരം. ഇവിടെ ചെറുപ്പക്കാരെല്ലാം കേൾക്കേണ്ടിയത് ഇതാ അന്ത്യകാല സംഭവം. 3 വാക്യം കൂടെ പറയുമ്പോൾ ഇന്ന് നിർത്ത് മക്കൾ. ഹഗ്ഗായി 2:6-7 എടുത്തോണം. അത് കഴിഞ്ഞിട്ട് യോഹന്നാൻ 14:30 എടുത്തോണം. അത് കഴിഞ്ഞിട്ട് ലൂക്കോസ് 13:6-7. ഇത് പറയുമ്പോൾ ഇന്ന് രാത്രി തീരും. ബാക്കി നാളെയിലേക്ക്. അങ്ങനെയെങ്കിൽ 1 വൂണ്ട്, 2 വണ്ടർഫുൾ, 3 വർഷിപ്പ്, 4 അവന്റെ വീട്, 5 വിശുദ്ധന്മാരോട് യുദ്ധം ചെയ്യുവാൻ അവന് സകല ഗോത്രത്തിന്മേലും ഭാഷമേലും ജാതിമേലും അവൻ അധികാരം. ഇവിടെ ഒരു 5 മിനിറ്റ് ചെറുപ്പക്കാരെല്ലാം കേൾക്കണം. വിശുദ്ധന്മാരോട് യുദ്ധം ചെയ്യാൻ 3 മേഖല: വംശം, ജാതി, ഇവിടെ എല്ലാത്തിലും അവൻ അധികാരം. അതിനാസ്പദമായി നമ്പർ 1 ഞങ്ങളുടെ സാംബാസ് പണ്ടൊരു പാട്ട് പാടുമായിരുന്നു. ഭരണകൂടങ്ങൾ തകരുന്നു, കരടലിൽ മുഴക്കം കേൾക്കുന്നു. എവിടെ ഭരണകൂടം? പാർട്ട് ബൈ കേൾക്കണം. 2009 ആഫ്രിക്കയുടെ വടക്കേറ്റം. 1ാമത്തെ ഭരണകൂടം പോയി. അതിന്റെ പേരാ ടുണീഷ്യ. 2 അൾജീരിയ, അറബ് വസന്തം. 3 ജോർദാനിലെ ഹുസൈൻ രാജാവ്. 4 നമ്മുടെ ഈജിപ്തിലെ ഹോസ്നി മുബാറക്ക്. അടുത്തത് 5 ലിബിയയിലെ കേണൽ ഗദ്ദാഫി. യവനെ എല്ലാം വെടിവെച്ച് കൊന്നു. അവസാനം ഭരണകൂടങ്ങളുടെ ഒരു നിര ഇവിടെ തകർന്നു. അതിനാസ്പദമായി കഴിഞ്ഞ ദിവസങ്ങളിൽ ഇന്ത്യയുടെ 3 സ്ഥലത്തും ഭരണകൂടം. 1 ശ്രീലങ്ക, 2 നേപ്പാൾ, 3 ബംഗ്ലാദേശ്. കരമുയർത്തുന്നവർക്ക് ഇത് 3ഉം വീണു. അന്നാ ഒരു പേര് വന്ന ജെൻസി. വല്ലവരും കേട്ടിട്ടുണ്ടോ അങ്ങനെ ഒരു പേര്?
സന്തോഷമില്ലല്ലോ. പ്ലാങ്ങാമുറിയിലെ തോമാച്ചാൻ്റെ മോള് ജിൻസി അല്ല ജെൻസി, മനസ്സിലാകുന്നവർക്ക് സ്വത്രം. കമ്പ്യൂട്ടറിനകത്ത് നിന്ന് പിള്ളേരിറങ്ങുന്നതാ കോക്രോച്ച്. നമ്പർ 1. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ മതങ്ങൾ ഒരുമിക്കുന്നു. ഇന്ന് രാത്രി ഞാൻ ഒരു മതത്തെയും വിമർശിക്കത്തില്ല, എല്ലാ മതക്കാരും ഞങ്ങളുടെ സ്നേഹിതർ, ഒരു മതത്തെയും കുറ്റം പറയത്തില്ല. അതിനാത്മതമായി ഏകലോക മതം എല്ലാവരും കേൾക്കണം. 1 ദാ കിടക്കുന്നു ലൈവ്. മാതാ അമൃതാനന്ദമയി കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷനുമായി കൈകൊടുക്കുന്നു. ഏകലോക മതം. രണ്ടാമത്തെ കാര്യം ഇനി നിങ്ങൾ കാണാൻ പോകുന്നതാ. തുർക്കിയിലെ ഇസ്ലാമിക പള്ളിയിൽ കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷൻ കണ്ടു, അവിശ്വാസികളുമായി ഇണയില്ലാപ്പിണ കൂടരുത്, പോപ്പൊന്നുമല്ല അന്തിക്രിസ്തു, അങ്ങനെ പറയരുത്, നാളെ തെളിയിച്ചു തരാം. ദാണ്ട് ശിവഗിരി മഠാധിപതി വത്തിക്കാനകത്ത് കണ്ടു. ഇന്ന് ശിവഗിരി മഠമ സർവമത പ്രാർത്ഥനയ്ക്ക് നേതൃത്വം കൊടുക്കുന്നത്. അവർ ജക്കാർത്തയിൽ തുടങ്ങി, ഇന്തോനേഷ്യയിൽ തുടങ്ങി, പാണക്കാട് ഹൈദരലി ശിഹാബ് തങ്ങൾ, ഞങ്ങളുടെ ഭവനത്തിലെ ചാണ്ടി ഉമ്മൻ എല്ലാവരും ഒരുമിക്കുന്നു. മനസ്സിലാകുന്നവർക്കായി ഇന്ന് വഴിമുക്കി കൂടെ പോകണം. SNDP സഹോദരങ്ങൾ പണ്ടവരുടെ ഹാളെന്നല്ലേ അവരെ കരയോഗോ ഇതൊക്കെ എഴുതിയിരിക്കുന്നത്. അത് കഴിഞ്ഞ് ഇഞ്ചിവള ഇന്ന് അവരെഴുതിയിരിക്കുന്ന SNDP യോഗം പ്രാർത്ഥനാ ഹാൾ. കര ഉയരുന്നില്ലല്ലോ അച്ചായ, സ്വോത്രം. ഇതൊക്കെ കാണണം. അല്ലാതെ മെസ്സി ഫുട്ബോൾ അടിക്കുന്ന കണ്ടിട്ട് ഒരു കാര്യമില്ല. അവന്മാർ കള്ളന്മാർ, സ്വോത്രം. ആദ്യം മെസ്സി, പിന്നെ റൊണാൾഡോ. മെസ്സി ഇപ്പം കൊച്ചി വന്ന് ഫുട്ബോൾ അടിക്കുക, അതൊക്കെ വെറും തട്ടിപ്പ്, പൈസ വെളുപ്പിച്ചത്. അത് കണ്ടുകൊണ്ടിരിക്കുക നിങ്ങൾ, സ്വോത്രം. മെസ്സി ഒന്ന് ഇവിടങ്ങും വരത്തില്ല, ഇതെല്ലാം തട്ടിപ്പിൻ്റെ പരിപാടികളാണ്, സ്വോത്രം. അതുകൊണ്ട് ഇന്ന് കണ്ടോ, നിങ്ങളുടെ വഴിമുക്കി കാണാം. SNDP സഹോദരങ്ങൾ പ്രാർത്ഥനകൾ, പാറശാല ഇഞ്ചിവിള പ്രാർത്ഥനകൾ. ഇന്ന് രാത്രി ഒരു കാര്യം ഞാൻ എല്ലാവരോടും പറയുക, ഞാൻ ഇനി വ്ളാങ്ങാമുറി വന്നില്ലെങ്കിലും എവിടെ ആലുവ ശിവഗിരി മഠത്തിൽ സർവമത പ്രാർത്ഥനാ കേന്ദ്രം വരാൻ പോന്നു. ചാണ്ടി തയ്യാർ, പാണക്കാട് ശിഹാബ് തങ്ങൾ തയ്യാർ, കത്തോലിക്ക സഭ തയ്യാർ, ശിവഗിരി മഠം നേതൃത്വം കൊടുക്കുന്നു. ദൈവ ശതകം അവർ പ്രഖ്യാപിച്ചു കഴിഞ്ഞ അന്ത്യകാലം. ഒരുവൻ ഭരണത്തിൽ വരാന്, മനസ്സിലാകുന്നവർക്കായി അന്ത്യകാലം. പാത്രികീ സഭയുടെ അധ്യക്ഷൻ കത്തോലിക്ക സഭ പരമാധ്യക്ഷനുമായി തീർന്നില്ല. എല്ലാവരും കേൾക്കണം. നിങ്ങളുടെ കുഞ്ഞുങ്ങൾ ശീലാസച്ചായി മുമ്പിൽ ഇരുന്ന് കണ്ടു. അബുദാബിയിൽ കത്തോലിക്ക സഭയുടെ അധ്യക്ഷൻ വന്നു. എന്നിട്ട് പറഞ്ഞ് നമ്മളെല്ലാം അവറാച്ചാൻ്റെ മക്കളാണ്. സന്തോഷമില്ലല്ലോ, മനസ്സിലാകുന്നവർക്കായി സ്വോത്രം. എല്ലാ കോസുകാരും കണ്ടാട്ടെ, എല്ലാവരും കോസുകാരും കണ്ടാട്ടെ. ഇതിൻ്റെ പേര് അബ്രഹാം അക്കോഡ്, മനസ്സിലാകുന്നവർക്കായി. അതുകൊണ്ട് അബുദാബി ഇസ്രയേലുമായിട്ടും ഇന്ത്യയായിട്ടും അതിൻ്റെ ഇടയ്ക്ക് മോഡി സാറും പാലം പിടിച്ചുകൊണ്ടിരിക്കുക. നാളെ പറയാം ഇതൊക്കെ അന്ത്യകാല സംഭവമാണ്, മനസ്സിലാകുന്നവർക്കായി. അതുകൊണ്ട് അബുദാബിയിലെ ഷേഖ് കഴിഞ്ഞ ദിവസം പറഞ്ഞല്ലോ, 20,000 ഇന്ത്യക്കാർ ആവോ കർമ്മേൻ രഘോ ചായ് പീവോ. സന്തോഷമില്ലല്ലോ, പത്രം വായിക്കണം, സ്വോത്രം. അബുദാബിക്കാർ 20,000 ഇന്ത്യക്കാർക്ക് ഫ്രീ വിസ. മോഡി സാറ് പ്രൈസലോട് കൊടുത്തിട്ട് 20,000 പേർക്ക് വിസ, മനസ്സിലാകുന്നവർക്കായി. ഇന്ത്യ, ഇസ്രയേൽ, അമേരിക്ക ഒരുമിക്കുന്നു. അതിൻ്റെ തുടക്കമാ അബ്രഹാം അക്കോഡ്. ഇതെല്ലാം ട്രംപുമായിട്ടുള്ള പരിപാടി അന്ത്യകാലം. ഇന്ന് രാത്രി 3 കാര്യം കൂടെ പറഞ്ഞാൽ നിർത്താം. ദാണ്ടേ ഒരു കുടക്കീഴിൽ 3 ആലയം. അമ്മാമ്മ മക്കളെല്ലാം ഇത് കാണിക്കണം. ഇത് അന്ത്യകാല സംഭവം. അബുദാബി ബനിയാസിൽ 3 ആലയം. 1 യഹൂദന്റെ പള്ളി, 2 ഇസ്ലാമിന്റെ മസ്ജിദ്, 3 ക്രൈസ്തവരുടെ ആലയം. ഇത് ആന്റി ക്രൈസ്റ്റിന് മുമ്പെങ്കിൽ ആന്റി ക്രൈസ്റ്റ് വന്നാൽ ഒരു സംഭവം ഇവിടെ നടക്കാൻ പോകുന്നു. എല്ലാവരെയും ഒരുമിച്ച് യഹൂദൻ ആലയം പണിയും. കരമുയർത്തുന്നവർക്കായി നിഴലായി അബുദാബിയിൽ 3 സഭകൾക്ക് ആലയം പണിയുന്നെങ്കിൽ കാന്തന്റെ വരവിൽ കൈവിടപ്പെട്ടു പോയാൽ എതിർ ക്രിസ്തു വന്ന് യെരുശലേമിന് ആലയം പണിയും. എന്നാൽ ഇന്ന് രാത്രി സിയോൺ സംഘം വ്ളാങ്ങാമുറി കൺവെൻഷൻ പറയണം, ആലയം ഉയരുന്നതിന് മുമ്പ് ഇവിടുന്ന് ഒരു കൂട്ടം എടുക്കപ്പെടും. ആരാ? പെന്തക്കോസ് പെരുന്നാളിൽ ഉയരത്തിൽ നിന്ന് താഴേക്ക് ഇറങ്ങി വന്ന പരിശുദ്ധാത്മ ശക്തിയിൽ ആരാധിക്കുന്ന ദൈവസഭ കണ്ണിമയ്ക്കുന്ന വേഗത്തിൽ രൂപാന്തരപ്പെടാറായി. നെയ്യാറ്റിൻകരയെ വ്ളാങ്ങാമുറിയെ കാലം സമീപം, ദൈവരാജ്യം സമീപിച്ചു. മാനസാന്തരപ്പെട്ട് ശുചിത്വത്തിലേക്ക് മടങ്ങിവ. നാഥന്റെ വരവിന്റെ ചിലമ്പൊലികൾ മുഴങ്ങാൻ കാലമായി. നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ നീ ഒരുങ്ങിക്കൊള്ളുക.